ഇതെന്താ സംഭവം എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? പോത്തിൻ്റെ തലച്ചോറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുക. ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ എന്തോ പോലെ തോന്നുന്നെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റാട്ടോ ഇത് വെച്ചിട്ടുള്ള വരട്ട്, തലച്ചോറ് വരട്ടിയെടുത്തത്. ഇത് എത്ര കിട്ടിയാലും ഞാൻ ഇരുന്നങ്ങ് കഴിക്കും കേട്ടോ. അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ ഈ രീതിയിൽ ചെയ്തെടുത്താൽ. ഇത് പലരും പല രീതിയിലാണ് ചെയ്തെടുക്കാറ്. ഞാൻ എൻ്റെ സിസ്റ്ററിലോട് അടുത്ത് ചോദിച്ചിട്ടാട്ടോ ഈ റെസിപ്പി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിസ്റ്ററിലോ വെക്കുന്ന ആ ഒരു രീതി. അപ്പോൾ സിസ്റ്ററിലോൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചിട്ടാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിലുള്ള ഒരു പാടയും അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഞരമ്പുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ അത്യാവശ്യം കുറച്ചൊരു വലിയ പീസിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതാക്കേണ്ട കേട്ടോ. നമ്മളിത് ഇളക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 5-6 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ചെറിയ തീയിലേക്ക് ഇട്ടതിന് ശേഷം 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു തലച്ചോറ് ക്ലീൻ ചെയ്തെടുത്തിട്ട് തലച്ചോറുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ഈ കുരുമുളക്, ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ എരിവാട്ടോ. നമ്മൾ നോർമൽ മുളക് പൊടി ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും കേട്ടോ. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിലിടണേ കണ്ടോ. ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ വെള്ളമൊക്കെ നന്നായിട്ട് അത് ആ ഒരു വെളിച്ചെണ്ണല്ലേ നമ്മൾ ആദ്യം ഒഴിക്കുക, അത് തെളിഞ്ഞ് വരുന്ന ഒരു പരുവം വരെ വേവിച്ചെടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതിയേ. ഇപ്പോൾ ദാ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് കൊടുത്താൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ലാസ്റ്റ് എന്തായാലും കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ കിട്ടും ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തു എന്ന് വിചാരിച്ച് ടേസ്റ്റ് കൂടുമൊന്നും ഇല്ല കേട്ടോ. ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കുറച്ച് ഇൻഗ്രീഡിയൻസ്, സവാള അതുപോലെ ചെറിയുള്ളി ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ആകെ ചേർക്കുന്നത് ഒരു വെളുത്തുള്ളിയാണ്. അതും പിന്നെ മസാലപ്പൊടികളും മാത്രമാണ് ചേർക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തലച്ചോറ് റെഡിയാക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അടിപൊളിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്